നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ കണ്ണൂർ ഡേയ്സ് കണക്റ്റിംഗ് കണ്ണൂർ. 100ഓളം ചെറുതും വലുതും ദേശീയ സംസ്ഥാന പുരസ്കാരം നേടിയ 4 ഏക്കർ കൃഷിത്തോട്ടത്തിൽ ഏതാണ്ട് 1500ഓളം ഔഷധ സസ്യങ്ങൾ, 15 ഏക്കർ കൃഷിഭൂമി പാട്ടത്തിനെടുത്ത് അവിടെ ചെയ്യാത്ത കൃഷികളൊന്നുമില്ല. ഇവിടെ 130 തരം മഞ്ഞൾ കൃഷി ചെയ്യുന്നുണ്ട്. കേൾക്കുമ്പോൾ ഒരു അത്ഭുതം തന്നെ. അതിലും വലിയ അത്ഭുതം, ഇവിടെ ഉള്ളിൽ ഏറ്റവും വില കൂടിയ മഞ്ഞളിൻ്റെ വില 1 കിലോന് 1.5 ലക്ഷം രൂപ. 22 തരം കരിമഞ്ഞൾ, 30 തരം ഇഞ്ചികൾ, 45 തരം തുളസി, 14 തരം കറ്റാർവാഴ, 8 തരം വെത്തില. ഇവിടെ ഒറിജിനൽ രുദ്രാക്ഷം കിട്ടും. ഇവിടെ വലിയ രുദ്രാക്ഷത്തിൻ്റെ മരമുണ്ട്. ഒരു ദിവസം കൊണ്ട് പറഞ്ഞാൽ തീരാത്ത അത്രയ്ക്ക് വിശേഷങ്ങൾ. ലൊക്കേഷൻ തില്ലങ്കേരി, പറഞ്ഞാൽ ഒരു കൊച്ചു ഗ്രാമം. കണ്ണൂരിൽ നിന്ന് മട്ടന്നൂർ വഴി തില്ലങ്കേരിയിലേക്ക് ഏതാണ്ട് 43 കിലോമീറ്റർ. ഇരിട്ടിയിൽ നിന്നാണെങ്കിൽ വെറും 10 കിലോമീറ്റർ ദൂരം മാത്രം. തില്ലങ്കേരിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ മാത്രം നമ്മൾ പ്രശസ്ത ദേവി ക്ഷേത്രം, മുഴക്കുന്ന് ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. ഇവിടെ വന്നാൽ തീർച്ചയായും അവിടെ പോകണം, അല്ലെങ്കിൽ അവിടെ വന്നാൽ തീർച്ചയായിട്ടും ഇവിടെ എല്ലാവരും വരണം. നമുക്ക് വീട്ടിലെ തോട്ടത്തിലേക്ക് അല്ലെങ്കിൽ പറമ്പിലേക്ക് വേണ്ടുന്ന ചെടികൾ അല്ലെങ്കിൽ മരങ്ങൾ അവിടുന്ന് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. നമ്മളീ പറഞ്ഞു വരുന്ന പ്രതിഭ മറ്റാരുമല്ല, ഷിംജിത്ത് തില്ലങ്കേരി. ഷിംജിത്തിൻ്റെ തില്ലങ്കേരിയിലെ ജൈവകം ഓർഗാനിക് ഫാമിലേക്കാണ് നമ്മളെ ഇന്നത്തെ ഈ യാത്ര. കൂടുതൽ വിശേഷം ഷിംജിത്ത് ആയിട്ട് പങ്കുവെക്കാം. മഞ്ഞളിൽ നമ്മളടുത്ത് 130 ഐറ്റംസ് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഈ കണ്ണെല്ലാം കറിയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളായിരുന്നു. ഇവിടുത്തോളം വരുന്ന കൃഷ്ണ വില. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ കറിയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വില കൂടിയതാണ് നാഗമഞ്ഞൾ എന്ന് പറയുന്ന ഒരു ഐറ്റംസ് ഉണ്ട്. അതിന് കിലോന് പച്ചക്ക് 1800 രൂപ വില വരും കറിയിൽ ഉപയോഗിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഓരോന്നും ഓരോ പ്രത്യേകതകളുള്ള മഞ്ഞളുകളായിരുന്നു. പിന്നെ അതിന് പുറമെ ഇത് ചന്ദനത്തിൻ്റെ മണമുള്ള മഞ്ഞളാണ്. ഇതിന് ചന്ദനത്തിൻ്റെ മണമായിരുന്നു. ഇതിൻ്റെ കളർ തന്നെ ഇതുപോലെയായിരിക്കും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെ ഇതിൻ്റെ എഴുതിയ പോലെ ഓരോന്നും ഓരോ കളറുകളായിരുന്നു. പച്ച, നീല, ചുവപ്പ്, അങ്ങനെയല്ലേ കളർ കളർ വ്യത്യാസമായിരിക്കും. അതിൽ നിന്ന് ഏറ്റവും വില കൂടിയതാണ് വാടാർ മഞ്ഞൾ എന്ന് പറയുന്നത്. ആ മഞ്ഞൾ വാടാർ മഞ്ഞൾ അതിനെത്ര വരുന്നുണ്ട്? അതിന് കിലോന് ഇപ്പം 1.5 ലക്ഷം രൂപയാണ് വില വരുന്നത്. വാടാർ മഞ്ഞൾ ഏറ്റവും വില കൂടിയ മഞ്ഞൾ. ഇത് പിന്നെ വിറ്റ്സിന്റെ മണമുള്ള മഞ്ഞളാണ്. അമൃതാഞ്ചലിന്റെ മണം ഉണ്ടാവും ഇതിന്. അങ്ങനെ എല്ലാത്തിനും ഓരോ അപ്പൊ ഇത് നിങ്ങൾ എവിടുന്നാണ് സ്വരൂപിച്ചെടുക്കുന്നത്? ഇതെല്ലാം അപൂർവമായിട്ട് കാട്ടുന്ന കിട്ടുന്ന സാധനങ്ങളാണ്. അതിങ്ങനെ എല്ലാവരുടെയും ആയിപ്പോയി. അതേപോലെ സ്വാമി കൊണ്ട് തന്നാണ് നമുക്ക് പല ആൾക്കാർ കൊണ്ട് തരുന്നത്. അത് ആദ്യം തന്നതേനു. അങ്ങനെ അത് കളക്ട് ചെയ്ത് അതൊരു പണ്ട് തച്ചോളി അതായത് ഉറുക്കി കെട്ടിയ സാധനം എന്നെല്ലാം പറയുന്നത്. ഏത് മഞ്ഞൾ? വാടാർ മഞ്ഞൾ. ഏറ്റവും കൂടുതൽ വിലയുള്ള ഐറ്റം വാടാർ മഞ്ഞൾ അല്ലേ? പിന്നെ ഇപ്പൊ യൂട്യൂബിൽ ഒരുപാട് ഇതെല്ലാം കാണാം. പിന്നെ എന്താ പറയണ്ടേ, പൂട്ട് പൊട്ടിത്തെറിക്കുന്ന, കർപ്പൂരം കത്തുന്ന, അതിന്റെ ചില സാധനങ്ങൾ സൂചിയെല്ലാം കുത്തി വെച്ചാൽ 5 മിനിറ്റ് കൊണ്ട് പിന്നെ വളച്ചെടുക്കാൻ പറ്റും. അതേതാണ് ഇത്. സൂചി മഞ്ഞൾ തന്നെ അറിഞ്ഞത്. അതിന്റെ പേര് സൂചി മഞ്ഞൾ. സൂചി മഞ്ഞൾ തന്നെ. ഇത് കർപ്പൂരം കത്തും. 30 മാസത്തിൽ മാത്രം എടുത്ത് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ അതെല്ലാം കുറച്ച് റേറ്റ് കൂടുതലല്ല. പിന്നെ സാധാരണ നോർമൽ എല്ലാ കരിമഞ്ഞളുടെ പല വകഭേദങ്ങളാണ്. ഇതന്നെ കരിമഞ്ഞളുകൾ വരുന്നത്. കരിമഞ്ഞളിൽ ഓരോന്നിന്റെ കളറുകൾ ഇതുപോലെ ഉള്ളിലത്തെ കളറുകളാണ്. കറുപ്പായിരിക്കും ഒരു ലൈറ്റ് ഇതായിട്ട് അങ്ങനെയുള്ള എല്ലാത്തിന്റെ കളറുകൾ മാറ്റം, മണം, ഇലകള് എല്ലാം മാറ്റം മാറ്റായിരുന്നു. കരിമഞ്ഞൾ തന്നെ ഒരു 22 ടൈപ്പ് നമ്മളെടുത്ത് വരുന്നുണ്ട്. നിങ്ങളുടെ കൃഷി ചെയ്യുന്നുണ്ട്? 22 ടൈപ്പ് വരും കരിമഞ്ഞളിന്റെ. കിലോന് 600 രൂപ മുതൽ വരുന്നുണ്ട്. കരിമഞ്ഞളുടെ ഉപയോഗം കലകൾ പോകാനോ സൗന്ദര്യ വസ്തുക്കൾക്കെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. കോസ്മെറ്റിക് കമ്പനിക്കാരുടെ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ പൊടികളിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പൊടിക്ക് സാധാരണ നോർമലിന് 5000 രൂപ പൊടിക്ക് വരും. 1 കിലോന്. വേണമെന്നാക്കി നിങ്ങൾ ആ പൊടി നിങ്ങൾ സമീപിച്ചാൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്ന വെള്ള കളറായിരിക്കും.
അതുപോലെ ക്രീം കളറായിരിക്കും. ഉള്ളുവള്ളി ക്രീം കളർ അല്ലേ, ഓഫ് വൈറ്റ് അല്ലേ. കസ്തൂരി മഞ്ഞൾ. പക്ഷേ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഭയങ്കര മഞ്ഞയാണ്. ചില ആൾക്കാർ മഞ്ഞ കൂവിയാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് ഇത് കിട്ടുന്നത്. യഥാർത്ഥ കസ്തൂരി മഞ്ഞളിന്റെ കണ്ട വണ്ണം ഉണ്ടാവില്ല, ഇത്രയും ഉണ്ടാവും. എന്റെ സമയം ഇതാണ് കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ മഞ്ഞ. ഇതാണ് മഞ്ഞ കൂവിയാണ് ആ കാണുന്നത്. അതാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് ആള് കൊടുക്കുന്നത് അല്ലേ. ശരിക്കും അതല്ല അല്ലേ അതിന്റെ ഉപയോഗം. അതും പൂവ നൂറെല്ലാം എടുക്കാൻ ഉപയോഗിക്കാം. അത് മുഖത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കൃഷി എല്ലാം കൃഷി ചെയ്തിട്ട് ഞാനിപ്പം പറിച്ചു വെച്ചതാണ്. 130 ഐറ്റംസ് വരുന്നുണ്ട്. ഏകദേശം ഒരു 75-76 ഐറ്റംസ് കാണുന്നുണ്ട്. ഇതെന്താണ് പിന്നെ ഇഞ്ചിന്റെ ഒരു 30 ടൈപ്പ് വരുന്നുണ്ട്. ഇഞ്ചിന്റെ ഇത് പറഞ്ഞ പോലെ ഇതിന്റെ എന്ന് പറഞ്ഞാല് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് 2 വർഷം കട്ടൻ ചായലിട്ട് കൊടുത്താൽ നല്ല ഉന്മേഷം, എനർജി പവറിന് ഉപയോഗിക്കുന്നതാണ് ഇഞ്ചികള്. അപ്പൊ ഇതിനെത്ര കിലോ? ഇതിന് ഉണക്ക് കൊടുക്കുന്നത് 3000 രൂപക്കാണ് ഉണക്ക് കൊടുക്കുന്നത് 1 കിലോന്. 1500 ആ റേറ്റിലെല്ലാം കൊടുക്കുന്നുണ്ട്. ഇത് മഞ്ഞ ഇഞ്ചി, ഇതിന്റെ ഉള്ളിൽ തന്നെ മഞ്ഞ കളറായിരിക്കും മഞ്ഞ ഇഞ്ചി. അതിന്റെ പ്രത്യേകത ഇത് പറഞ്ഞാൽ ഇതും തായ്ലാന്റിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമ്മളെ നാട്ടിൽ പ്രചാരത്തിൽ അത്ര ആയില്ല. അതിന് ഏകദേശം എത്ര വരുന്നുണ്ട്? ഇതിന്റെ റേറ്റ് നമ്മളിപ്പം നട്ട് അതിന്റെ ഈ കാണുന്ന ഇഞ്ചിയാണ് അല്ലേ. വല ഇഞ്ചി, കാട്ടിഞ്ചി, മഞ്ഞ ഇഞ്ചി, ഇത് മല ഇഞ്ചി അല്ലേ. കാട്ടിഞ്ചി വേറൊരു മോഡല്, ഇതും കാട്ടിഞ്ചി. ഇത് ഇവിടെ ആൾക്കാർ ഇങ്ങളെ കാണാൻ വേണ്ടിയെല്ലാം വരുന്നുണ്ടല്ലോ സാർ? ഉണ്ട്. എല്ലാ ദിവസവും ആൾക്കാരായിരിക്കും. ഇപ്പൊ മഞ്ഞളുടെ കളക്ഷൻ കാണാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. ആവശ്യക്കാരുണ്ടെങ്കിൽ സാധനം കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങള് പച്ചയായിട്ട് കൊടുക്കും അല്ലെങ്കിൽ പൊടി മാത്രമേ കൊടുക്കൂ? എല്ലാം കൊടുക്കുന്നുണ്ട്. വിത്തുകൾ കൊടുക്കും, അതുപോലെ പച്ചവണ്ടിക്ക് പച്ച കൊടുക്കും, തൈ വണ്ടിക്ക് തൈയും കൊടുക്കും, എല്ലാം കൊടുക്കും. അപ്പൊ കേരളത്തിൽ പല ഭാഗത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. കേരളത്തിൽ പുറത്തുനിന്ന് ആൾ വരുന്നുണ്ടോ? പുറത്തുനിന്ന് വിദേശികളെല്ലാം ഇഷ്ടംമാതിരി വരുന്നുണ്ട്. അവർക്കെല്ലാം പൊടികളാണ്, വിത്തുകളും ഉണ്ടാവാൻ പറ്റില്ല. പൊടികള് ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, അമേരിക്ക, അങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അക്കോട്ടിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരും അല്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ചെടിയെല്ലാം വന്നിട്ട് പിന്നെ ഔഷധ സസ്യങ്ങളാണ്. ഒരു 1500ഓളം ഔഷധ സസ്യങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം തൈകളെല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ വേണമെന്ന ആൾക്ക് വന്നു കഴിഞ്ഞാൽ അതെല്ലാം വിൽപ്പന നടത്തുന്നുണ്ട്. രുദ്രാക്ഷ അല്ലേ. ഇത് എത്ര മുഖം? അത് 1 മുതൽ 32 വരെയുള്ള മാങ്ങകളാണ് ഒരു മരത്തിലുണ്ടാകുക. ഇതാണ് വിൽപ്പന നടത്തുന്നത്. ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇതാണ് രുദ്രാക്ഷത്തിന്റെ. രുദ്രാക്ഷ ഇതിപ്പോ എത്ര മുഖാന്ന്? ഇതാണ് 5 മുഖാണ്. 5 മുഖാണ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുക. ഇത് 5 മുഖം. അതായത് ആ മുഖം എന്ന് പറയുന്നത് ഇതിന്റെ കട്ടി പഞ്ചമുഖി അല്ലേ. അതെങ്ങനെ മനസ്സിലാക്കുക? മുഖം 1, 2, 5 മുഖം. അങ്ങനെയുള്ള മുഖം നോക്കിയിട്ട് കട്ടിങ് നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കണം. 5 കട്ടുള്ള 5 മുഖം അല്ലേ. അതിന് പറഞ്ഞാല് ഇതിന് 100 രൂപ വരും.
ഈ മോഡല് വരുമ്പോ അപ്പൊ ഈ മാലയായിട്ട് വരുമ്പോ മാലയായിട്ട് അതിൽ തന്നെ 52, 102 അത് ഓരോ ഇതുണ്ട്. ഇതാണ് ഗൗരി ശങ്കർ എന്ന് പറയാം. എന്റെ പേരത്തിൽ യുദ്രാക്ഷത്തിന് ഈ ഒറ്റൊരു പീസിന് 50,000 രൂപ വില വരും. ഇതാണ് ഗൗരി ശങ്കർ, ഇരട്ടയാണ്. എന്നാ മനസ്സിലാവില്ല. കണ്ടില്ല, രണ്ടെണ്ണം ഒട്ടിയ പോലെ ഇല്ല. രണ്ടെണ്ണം ഒന്നിച്ചാ? ഒന്നിച്ച. അതാണ് അതിന് ഒറ്റൊരു പീസിന് 50,000 രൂപ വില വരും. എല്ലാം ഫസ്റ്റ് മാത്രം ഒരു മാത്രം അപൂർവമായിട്ട് കിട്ടുന്നതാണ് ഒരു പീസിന്. ഇതിന്റെ പേര് ഗൗരി ശങ്കർ. ഗൗരി ശങ്കർ അല്ലേ? രണ്ടെണ്ണം ഒന്നിച്ചൊട്ടിട്ടുണ്ട്. 50,000 രൂപ വരുന്നുണ്ട് അല്ലേ? മാലക്ക് 2,500 രൂപ വരും. 2,500 മാലക്ക് അല്ലേ? അതിന് ഈ പഴുപ്പ് പോയി കഴിഞ്ഞാല് അപ്പൊ ഇതിങ്ങനെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അത്ര മുഖം അതിന്റെ ഇത് പൊട്ടിച്ച് കഴിഞ്ഞാല് മനസ്സിലാക്കാൻ പറ്റും. പൊട്ടിച്ചിട്ട് പിന്നെ ഇത് ഉണക്കുക വൃത്തിയാക്കി ഉണക്കാനിടും. എന്നിട്ട് അതിന് ശേഷം എള്ളെണ്ണയിലിട്ട് വെക്കും. എള്ളെണ്ണയിലിട്ട് വെച്ചതാണ്. ഇത് എത്ര മാസം വെക്കണോ എള്ളെണ്ണയിൽ? 2 ആഴ്ച വെച്ചു. എത്ര ആഴ്ച വരും? ഇതിന് 7,000 രൂപ വരും. 7 മുഖത്തിന് 7,000 രൂപ അല്ലേ? രുദ്രാക്ഷം ഇത് 2 ഇരട്ടിയാണ്. ഇതെന്നു പറഞ്ഞാൽ ഓൺലൈനിലെല്ലാം കിട്ടുക എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒറിജിനൽ സൈറ്റിന് ഇതിന് വിലയുണ്ട്. ഏതാണ്ട് 2 രുദ്രാക്ഷം എടുക്കും. രണ്ടിപ്പം രുദ്രാക്ഷം എടുത്തിട്ട് തയ്ച്ചിട്ട് എന്ത് പണിയെടുക്കും എന്ന് പറഞ്ഞാൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തിരിക്കുക പറ്റൂല. അങ്ങനെയുള്ള ഒരു ഇതാണ്. അത് ചില സൈറ്റിൽ 500 റുപ്യക്കും 600 റുപ്യക്കെല്ലാം കിട്ടും. സ്റ്റാർട്ട് ചെയ്യും 1 മുതൽ വരും 32 വരെയെല്ലാം മോങ്ങള് വരുന്നുണ്ട് ഒറ്റ മരത്തിൽ. കൂടുതലായിട്ട് കിട്ടുന്നത് 5ഉം 4ഉം ആണ് കൂടുതലായിട്ട് വരുന്നത്. 5 മുഖം ആർക്കും ധരിക്കാം, സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാതെ ധരിക്കാം. ബാക്കിയിലെ ധരിക്കുമ്പോൾ അതിൻ്റെതായ ചിട്ടകള് കാര്യങ്ങളെല്ലാം വേണം. അപ്പൊ 32 ഒരാൾക്ക് വാണിക്ക് എത്ര പൈസ കൊടുക്കേണ്ടി വരും? അങ്ങനെയല്ല, പിന്നെ അതിന്റെ ഓരോ ഇതിന്റെ പറഞ്ഞാല് മാറി മാറി പൈസകൾ മാറി മാറി വരും. ഒറ്റ മുഖാണെങ്കിൽ 1.5 ലക്ഷം രൂപ വരും ഒറ്റ മുഖത്തിന്. അങ്ങനെ മുഖങ്ങൾ മാറുന്നതിനനുസരിച്ച് പൈസ 32 കിട്ടുക അപൂർവമായിട്ട് കിട്ടുന്നത്. അന്നേരം തന്നെ അതിന് വില കൂടുതലായിരിക്കും. അങ്ങനെയാണ് സാധനം. ഒറ്റ മുഖത്തിനാണ് ഇല്ല ഏറ്റവും. അതുപോലെ ഗൗരി ശങ്കറിന് ഒറിജിനലിന് വില വരുന്നുണ്ട്. ഐറ്റംസ് തുളസികളുണ്ട്. അതെന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഇതുപോലെ ഓരോ മണങ്ങളായിരിക്കും. പുൽത്തരത്തിൻ്റെ മണമില്ല തുളസിയുണ്ട്, ചെറുനാരങ്ങയുടെ മണമില്ല, അതുപോലെ കത്തുന്ന തുളസികൾ, മീനിൻ്റെ മണമില്ല തുളസികൾ, വിറ്റ്സിൻ്റെ മണമില്ല തുളസികൾ, അയമോദത്തിൻ്റെ മണമില്ല, ഇങ്ങനെയുള്ള മണങ്ങൾ എല്ലാം ഒരുപാട് തുളസികൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൈകൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ തൈകൾ ആവശ്യക്കാർക്ക് ചിലയാൾക്കെല്ലാം അയച്ചു കൊടുക്കലുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് തൈകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള എത്ര പ്രായമുള്ള ചെറിയ പാക്കറ്റിലാക്കിയതാണ് തൈകൾ. അതിൻ്റെ റേറ്റ് എങ്ങനെ? 50 രൂപ മുതൽ 100 രൂപ വരെ വരുന്ന ആ റേറ്റാണ് വരിക. കൂടുതലായിട്ട് ഏത് തുളസി ആൾക്കാർ എല്ലാം കൊണ്ടുവരുന്നുണ്ട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ. തുളസി പിന്നെ സാധാരണ പല മണങ്ങളും കറിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ചില തുളസികളുണ്ട്. അതുപോലെ കട്ടൻ ചായയിലിട്ട് കുടിക്കാം. ഇഞ്ചിൻ്റെ മണമില്ല തുളസി ഉണ്ട്, അതുപോലെ മഞ്ഞളുടെ മണമില്ല തുളസികളുണ്ട്. അങ്ങനെയുള്ള തുളസികളിലും ഉണ്ട്. സാധാരണ 1000 രൂപ ആ റേറ്റിൽ വരുന്ന സാധനങ്ങളാണ്. പച്ചക്ക് പൊടി തന്നെ 5000 രൂപ വരും 1 കിലോന്. നിങ്ങൾ ഒരാൾക്ക് ഒരു 50 ഗ്രാമോ 100 ഗ്രാമോ അയച്ചു കൊടുക്കും. വണ്ടിക്ക് എത്ര വണ്ടികൾ കൊടുക്കും അല്ലേ? അതെ, ഹോൾസെയിൽ ആകുമ്പോൾ പറഞ്ഞാൽ അതിന്റെ വില കുറവായിരിക്കും. എല്ലാം ഒരേ വെറൈറ്റി ഏത്? എല്ലാം 14 ടൈപ്പ് വരും. 14 ടൈപ്പ് വെറൈറ്റി ഉണ്ട്. ചെങ്ക് വരും. പൊട്ടിച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ ചോര പോലെ വരും. അത് അതേപോലെ വരും. അതല്ലേ?
ഇന്നലെ വില കൂടിയതാണ് ഇത്. സിന്ദൂര കറ്റാർവാഴ, അത് ചെങ്കുമരി പൊട്ടിച്ച് ഇങ്ങനെ പൂണ്ടാവിട്ടല്ലേ? എല്ലാത്തിനും ഉണ്ടാവും, ഇതിനെല്ലാം പൂണ്ടാവും. ഉള്ളിൽ കഴിച്ചാൽ കോശങ്ങൾ പുനർജനിക്കും എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ഒരു ഐറ്റംസ് ആണ്. അപ്പൊ ഇതിന് കായ്പ് കുറവായിരിക്കും. ഈ ചോപ്പിന്റെ അല്ലേ? 41 ദിവസത്തേലിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കോശങ്ങൾ പുനർജനിക്കും എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ഒരു ഐറ്റംസ് ആണ്. അതുപോലെ തീപ്പൊള്ളലിന് ഉപയോഗിക്കാം, ചർമ്മരോഗങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ്. ഇത് മറ്റേ പോലെ അത്ര കായ്പുണ്ടാവില്ല, അങ്ങനെയുള്ള ഒരു ഐറ്റംസ് ആണ്. ഇതിൻ്റെ ഒരു കൈ തന്നെ ഒരു 800 ഗ്രാമിന് മുകളിൽ തൂക്കം ഉണ്ടാവും. യഥാർത്ഥ ഇതെത്തിക്കഴിഞ്ഞാൽ നല്ല ജെല്ലുണ്ടാവും. സാധാരണ പോലെയല്ല, നല്ല ഒരു ഏകദേശം 1 മീറ്ററോളം നീളം വരും ഇതിൻ്റെ. ചെറുതിന് തന്നെ കാണുന്നില്ലേ, തൈകൾക്ക് തന്നെ ഇതിൻ്റെ കൈകൾ നീളം കണ്ട. ഇപ്പൊ ഇത് ഏകദേശം എത്ര കിലോ വരെ എത്തുന്ന പറഞ്ഞു? 60 കിലോ വരെ വരും. 60 കിലോ. ഇതിപ്പോ ഏകദേശം എത്ര ഉണ്ടോ? ഇതൊരു 10-30 കിലോ ഉണ്ടാവും. കിലോ ഉണ്ടോ അല്ലേ? അതിന്റെ ഡബിൾ ആയിട്ട് ഇനിയും വരും അല്ലേ? അപ്പൊ ഇതിന്റെ തണ്ട് മാത്രമായിട്ടും കൊടുക്കും നിങ്ങള്? കൊടുക്കലുണ്ട്. അതെങ്ങനെയാ അതിന്റെ കണക്ക്? പറഞ്ഞാല് ചില ആൾക്കാർ മരുന്നിന് വരുമ്പോ അതെല്ലാം പിന്നെ ഒപ്പിച്ച് കൊടുക്കലാണ്. കമ്പനിയെല്ലാം വന്നാല് വില കൂട്ടി കൊടുക്കലുണ്ട്. ചില കമ്പനികളെല്ലാം കൂടുതൽ വേണ്ടിക്കല് അങ്ങനെ കൊടുക്കലുണ്ട്. എന്ന് പറഞ്ഞാല് വെക്കുന്നതെങ്കിൽ വേറെ ചട്ടിയിലേക്ക് മാറ്റി വെക്കുന്നതാണെങ്കിൽ ഇതിങ്ങനെ കെട്ടണം. ഇവിടെ കെട്ടി വെക്കുക. കെട്ടി വെച്ചിട്ട് വേണം ഇതേതായാലും വലിയ ടൈപ്പിലെ ചട്ടിയിലേക്ക് മാറ്റണം. 60 കിലോ വരെ വരുന്നുണ്ട് ഈ സാധനം. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇത് ചെരിഞ്ഞ് വീണ് പോകും. അതുകൊണ്ട് ചട്ടിയിൽ വെക്കുമ്പോൾ തന്നെ ചെറുങ്ങനെ മണ്ണിടുക ആദ്യം, ഇതിന് മാത്രം. എന്നിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ മണ്ണം വെക്കുന്നതിനനുസരിച്ച് മണ്ണുകൾ കൂട്ടി കൂട്ടി ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഇത് വെള്ളം തട്ടുമ്പോൾ മണ്ണ് തെറിക്കുമ്പോൾ അടിയിലത്തെ ഇലകൾ ചീഞ്ഞു പോകും. അതുകൊണ്ട് അന്നേരം മഴ കൊള്ളാതെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും. ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ വലിയ ഇതുപോലത്തെ വേസ്റ്റിൽ നടുന്നതാണ് നല്ലത്. അതാകുമ്പോ എന്ന് പറഞ്ഞാല് മാറ്റി വെക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ കഴിയും. ഒരു 6 മാസം കൊണ്ട് തൈ പൊട്ടി തുടങ്ങലും. വെത്തിലയില് 8 ടൈപ്പ് വെത്തില ഉണ്ട് ഇടാം. അതിലെന്ന് പറഞ്ഞാൽ ഓരോന്നും ഓരോ ഇതാരും. ജീരക വെത്തില, കർപ്പൂര വെത്തില, സേലം വെത്തില, നാഗവെത്തില. ഇതാണ് നാഗവെത്തില എന്ന് പറയുന്ന വെത്തില. ചവക്കാൻ പറ്റും. ഇത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് പണ്ട് കാലത്ത് പാമ്പ് കടിച്ച വൈദ്യന്മാരുടെ അടുത്ത് പോലെ വെത്തില കൊടുക്കും. എന്നിട്ട് എന്നാ ടേസ്റ്റ് എന്ന് മധുരാങ്ക് മൂർഖൻ, കായപ്പാങ്കിൽ അണലി, അങ്ങനെ ഓരോ പാമ്പിനെയും തിരിച്ചറിഞ്ഞ് ഈ വെത്തില കൊടുത്തിട്ടാണ്. അതിന് ഉപയോഗിച്ച വെത്തിലയാണ് ഇത്. പച്ചന്റെ പ്രത്യേകത ഇതിന്റെ 2 ഇല എന്നാ 2 ദിവസത്തേക്ക് ഭക്ഷണം കഴിക്കണ്ട. നാട്ടിൽ ഒറ്റപ്പെട്ട ഇത് ഗരുഡപ്പച്ച പതക്കുന്ന എണ്ണയിലിട്ട് കൈകുത്തി കഴിഞ്ഞാൽ പൊള്ളൂല. അതിന് ഉപയോഗിക്കുന്നത് ഇതാണ്. വിഷകണ്ഠൻ എന്ന് പറയുന്ന ചെടിയാണ്. അൾസറിന് ഉപയോഗിക്കാം. അതുപോലെ മുറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാം. മുറിഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ പ്ലാസ്റ്റർ പോലെ കിട്ടും. 2 സ്റ്റിച്ച് വരെയുള്ള മുറി തുന്നാണ്ട് ഇത് ചോരയിലേക്ക് ഒട്ടും ഈ പ്ലാസ്റ്റർ. ഇത് മറ്റേ മധുര തുളസി പഞ്ചസാരൊക്കെ വരെ ഉപയോഗിക്കുന്നത്. ഒരില തിന്നോക്ക് പഞ്ചസാരനെക്കാട്ടും 30 ഇരട്ടി മധുരമായിരിക്കും. 3 ഇല കൊല്ല ചായലിട്ട മധുരമായി. ഇതാണ് ജലസ്തംഭിനി. ഇതിൻ്റെ ഒരു 10-20 ഇല എടുത്തിട്ട് വെള്ളത്തിൽ പിഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കട്ടിയാവും, ഐസ് രൂപത്തിലാവും. എന്നിട്ട് അതാണ് പണ്ട് കാലത്ത് മുനിമാരെല്ലാം കഴിച്ചിരുന്നത്. അതിന് ഉപയോഗിച്ച സാധനം കൂടിയാണ് ജലസ്തംഭിനി. നമ്മൾ പാടത്താളി പാടക്കിഴങ്ങുന്ന അതും ആവും, പക്ഷേ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇതിങ്ങനെ മടക്കി എങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഇത് നീർന്നു വരും. വയ്യ ഇങ്ങനെ ഇതായിട്ട് വയ്യ മടക്കിയ കല പോലും ഉണ്ടാവില്ല. അതാണ് ചതുരമല്ലാൻ്റെ. ഇതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഇതാണ് ശകുന്തളേന്റെ കാലിനുകൊണ്ട് എന്ന് പറയുന്നില്ലേ, ഗർഭമുന. ഇതിന്റെ വേരാണ്. വേര് കണ്ട തറിക്കും, സൂചി പോലെയാണ്. ഇത് വെള്ളപ്പൈൻ, വെളുത്ത കുന്തിരിക്കും. ഫ്രൂട്ട്സ് എന്ന് പറയും. 40% വെല്ലോട്ട് വെച്ച റമ്മായി. ബോധ്യവസ്ഥത്തിന്റെ അതിന്റെ മുന്നിലിരുന്നപ്പോഴാണ് ബോധോദയം കിട്ടിയെന്നാണ് പറയപ്പെടുന്നത്. അരിയാലിന്റെ ഒരു വേറെ ടൈപ്പാണ്. അരിയാലിൽ ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട്. അരിയാലിൽ നമ്മളടുത്ത് കല്ലരിയാലുണ്ട്, കൃഷ്ണനാലുണ്ട്, പേരാലുണ്ട്, അങ്ങനെയുള്ള അരിയാലിൽ തന്നെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. അതിനകത്ത് ഇത് വേറെ തന്നെ ഇതാണ് തേജ് പട്ട, ബേൻ ലീഫ്. നമ്മൾ ബിരിയാണിയെല്ലാം ഉപയോഗിക്കുന്ന കറുവപ്പട്ടിയാണ് അപ്പുറം കാണുന്നത്. ഇതിന് മന്തിയിലുള്ള ഇത് ഭയങ്കര ഇതായിരിക്കും. പാരിജാതകം. ഇതാണ് കരിവട്ടിക്കോല, ആനേനെ അടിക്കാൻ ഉപയോഗിച്ച വടി. ഇല്ല ഇല്ല, ഇതിന്റെ പേരെന്ന് പറഞ്ഞ ഓട്ടോഗ്രാഫ് വൃക്ഷം. ഇത് മൂക്കുന്നതിന് ബാക്കോട്ട് മടങ്ങിയിട്ട് കുമ്പിള് കുത്തിയ മോഡലാവും.
ആ അതിന്റെ അല്ല അതാണെന്നല്ലേ അയല അല്ലേ? സാധാരണ മറ്റേനൊന്നും അല്ല അങ്ങനെ ഇല്ല മറ്റേതാ വരാല് അതിനൊന്നും ഇങ്ങനെ വരൂല. ഇല്ല ഇല്ല അതിന് മാത്രമേ വരും. വീണെടുത്ത് ചെതല് വരില്ല. മച്ചിന് മണ്ണിടുമ്പോ ഇതിന്റെ ഇല ഇട്ട് കൊടുക്കും. അടിയിലല്ലേ? ഇതിന് നല്ല ശൈലം പൂക്കളുണ്ടാവും. ഇപ്പം പൂ വിരിയുന്ന അത്ര. ഇത് ഇത് പിന്നെ മുത്തപ്പൻ കെട്ടിക്കഴിഞ്ഞാല് പറയും തോറ്റമ്പാട്ട് പറയുന്ന സ്ഥലമാണ്. മുത്തപ്പൻ ആ റോഡും കഴിഞ്ഞു വന്നാൽ മുത്തപ്പന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ കലയുണ്ട് ഈ പാറേന്റെ മുകളിൽ. അങ്ങനെയുള്ള സ്ഥലമാണ് ഈ സ്ഥലത്തിന്റെ എന്ന് പറയുന്നത് മുത്തപ്പൻ ആ റോഡ്. ഇത് ഇതിന്റെ പ്രത്യേകത ഇതാണ് മീനാറി കാഞ്ഞിരം എന്ന് പറയുന്ന കാഞ്ഞിരത്തിന്റെ കമ്പാണ്. ഇതിന്റെ ഉപയോഗം ഇതാണ് തൊടുന്ന നേരത്തെ പറഞ്ഞില്ലേ അവസ്മാരത്തെ തൊട്ടെടുക്കുന്ന നെയ്യരം വരുന്ന ഇതിലാണ്. ഇത് ഭയങ്കര അതിൽ ഭയങ്കര മാറ്റമായിരിക്കും. മത്സ്യത്തിൻ്റെ മത്സ്യത്തിൻ്റെ അല്ല കിട്ടുന്നാറും പോലെ മാറും. അത് റബ്ബർ പോലെ ടൈപ്പ് ചെയ്തെടുക്കാം. അല്ലാണ്ട് ഇതിന്റെ സ്വിച്ചറിന് കായം വരുന്നാണ്ടാ ഒരുക്കി വരുന്ന മഞ്ഞ കളറിൽ വേലിനനുസരിച്ചില്ല. ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ വീണു പോല അവിടെ തന്നെ ഇങ്ങനെ അങ്ങനെ മുട്ടുപോലെ സോമനാഥക്കായ കുട്ടിയൊക്കെ വാലിൽ വേനൊക്കെ കൊടുക്കുന്ന സാധനം. നമ്മൾ പുളിയിൽ എന്ത് തിന്നുകയാലും 3 മണിക്കൂറത്തേക്ക് മധുരമായിരിക്കും. ചെറുനാരങ്ങ അതുപോലെ പുളി എരുമ്പം പുളി ഇതെല്ലാം തിന്നു കഴിഞ്ഞാൽ പുളി എത്ര സ്ട്രോങ് പുളിയുണ്ടോ എന്ന് അതിന് കണക്കായിട്ട് മധുരം കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ഒരു ചെടിയാണ്. കൃഷിയായിട്ട് കിട്ടിയ അവാർഡുകളാണ്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ പിന്നെ ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, സംസ്ഥാന പുരസ്കാരം, അങ്ങനെ ഒരു 100ഓളം ചെറുതും വലുതായ പുരസ്കാരങ്ങൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് കിട്ടിയിട്ടുണ്ട്.